നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങിത്താഴുന്നുവെന്നും അഴിമതി പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞു. കൗൺസിലർ PK രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടന്നതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MP ജയരാജൻ. PK രാഗേഷ് കോൺഗ്രസുമായി തെറ്റിയപ്പോൾ അവരുടെ അഴിമതി വിളിച്ചു പറഞ്ഞു. തിരിച്ച് കോൺഗ്രസും PK രാഗേഷിന്റെ അഴിമതി വെളിപ്പെടുത്തുകയായിരുന്നുവെന്നും MP ജയരാജൻ പറഞ്ഞു. ചേലോറയിലെ മാലിന്യ നീക്കത്തിൽ മുൻ മേയർ TO മോഹനൻ ക്രമവിരുദ്ധമായി പണം നൽകിയതിലൂടെ കോർപ്പറേഷന് 1.77 കോടി രൂപ നഷ്ടമായെന്ന് AG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നും ജയരാജൻ പറഞ്ഞു. കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിത്താണു. കോർപ്പറേഷന്റെ ഭരണക്കാരിൽ ഒരാളാണ് രാഗേഷ്. അപ്പോൾ അദ്ദേഹം ഔദ്യോഗിക കോൺഗ്രസിനെതിരായി രംഗത്ത് വരുമ്പോൾ ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അടിച്ചമർത്താൻ നോക്കുന്നു. അദ്ദേഹമൊട്ട് മേയർ അടക്കമുള്ള മുൻ മേയർ അടക്കമുള്ളവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അഴിമതി പങ്കിട്ടെടുക്കുന്നതിലാണ് ഈ തർക്കം. അഴിമതി ആര് നടത്തിയാലും തെറ്റാണ്. 1.77 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് മുൻ മേയർ പറയുന്നത് കേട്ടു. അത് വിശദീകരണം ചോദിക്കൽ മാത്രമാണ്, അല്ല. AGയുടെ ആ റിപ്പോർട്ട് വായിച്ചാൽ AG പറഞ്ഞിട്ടുള്ളത് 25,000-ൽ താഴെയുള്ള ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്തിട്ട് 75,000 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന കള്ളക്കണക്കുണ്ടാക്കി അന്നത്തെ മേയർ കൂടി അറിഞ്ഞുകൊണ്ട് പൈസ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് AG പറയുകയാണ്, ക്രമവിരുദ്ധമായി ഇങ്ങനെ പണം നൽകിയതിൽ നിന്ന് 1.77 കോടി രൂപ നഷ്ടമായിട്ടുണ്ട്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന തരത്തിൽ അവതരിപ്പിച്ച് BJP നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ജയരാജൻ പറഞ്ഞു. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ കാശ് വാങ്ങിയിട്ട് സ്കൂട്ടർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനെ ഒന്നും ന്യായീകരിക്കില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.